വൈദേകം റിസോർട്ടിൻ്റെ ഷെയർ ഈ നിരാമയ ഗ്രൂപ്പിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ റിസോർട്ട് നിരാമയ ഗ്രൂപ്പ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനിൽ ഇ പി ജയരാജൻ്റെ ഭാര്യയും മകളും ഉൾപ്പെടെ പങ്കെടുക്കുന്നതും ഈ നിരാമയയുടെ CEO അലൻ മച്ചാഡോ എന്ന് പറയുന്ന CEO ഉൾപ്പെടെ പങ്കെടുക്കുന്നതും ഒന്നിച്ചു നിൽക്കുന്നതുമായ ഫോട്ടോസ് ഉൾപ്പെടെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിൽ LDF BJP മത്സരമെന്ന ഇ പി ജയരാജന്റെ വിവാദ പ്രസ്താവനയോടെയാണ് ഇപിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബിസിനസ് ബന്ധം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, പ്രൂഫ് വയ്ക്കട്ടെ. ആരോപണം ഇരുവരും നിഷേധിച്ചതോടെ തെളിവായി കോൺഗ്രസ് ഫോട്ടോ പുറത്തുവിട്ടു. രാജീവ് ചന്ദ്രശേഖറിന് ഓഹരി പങ്കാളിത്തമുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ ഉപകമ്പനിയാണ് നിരാമയ. ഇ പി ജയരാജന്റെ ഭാര്യയും മകനും നിരാമയ റിട്രീറ്റിന്റെ ഉദ്യോഗസ്ഥരുമായി ഒരുമിച്ചുള്ള ഫോട്ടോയാണ് പുറത്തുവന്നത്. ഇ പിയുടെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂരിലെ വേദകം റിസോർട്ടിന്റെ നടത്തിപ്പ് നിരാമയയ്ക്ക് കൈമാറിയത് നേരത്തെ വലിയ വിവാദമായിരുന്നു. അതേസമയം നിരാമയ റിട്രീറ്റ് എന്ന സ്ഥാപനം തനിക്കില്ലെന്നാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതിരോധം. ഇല്ല ഇല്ല, പുറത്തു വിടണം. വിട്ടിട്ട് അത് ശരിയായില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് അവർ ഉണ്ടാവും. എന്നാൽ KPCC എക്സിലൂടെ ഔദ്യോഗികമായി പുറത്തുവിട്ട രേഖയിൽ രാജീവ് ചന്ദ്രശേഖറിന് ജൂപ്പിറ്റർ ക്യാപിറ്റലിൽ ഓഹരി പങ്കാളിത്തമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. രേഖയിൽ പറയുന്നത് ഇതാണ്: ജൂപ്പിറ്റർ ക്യാപിറ്റലിൽ രാജീവ് ചന്ദ്രശേഖറിന് 97.53% ഓഹരിയുണ്ട്. അതേ ജൂപ്പിറ്റർ ക്യാപിറ്റലിന് ഓഹരി പങ്കാളിത്തമുള്ള 50 ഉപകമ്പനികളുടെ പട്ടികയിൽ നിരാമയ റിട്രീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടെന്ന് കോൺഗ്രസ് പുറത്തുവിട്ട രേഖ വെളിപ്പെടുത്തുന്നു. ഇനി കോൺഗ്രസ് പുറത്തുവിട്ട ഫോട്ടോയുടെയും രേഖയുടെയും സത്യമെന്തെന്ന് വോട്ടർമാരോട് മറുപടി പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.